ദുഷ്ടൻ്റെ അടുത്ത്, ദുഷ്ടാ നിർത്ത്, നീ ദുഷ്ടനാണ്, നീ എൻ്റെ നിന്ന് വെള്ളം കുടിക്കാൻ പാടില്ല, ഞാൻ നല്ലവന് മാത്രമേ വെള്ളം കൊടുക്കുള്ളൂ. നദി പറയോ? പറയില്ല. ദുഷ്ടനും കുടിക്കും, നല്ലവനും കുടിക്കും. ഈശ്വരൻ അതുപോലെയാണ്. ഈശ്വരൻ എല്ലാം തൻ്റെ സന്തതികൾ അഥവാ താൻ തന്നെയാണ് സകല സ്വരൂപങ്ങളിലും. കർമ്മം കൊണ്ടാണ് ദുഷ്ടതയും ശിഷ്ടതയും ഒക്കെ വരുന്നത്. കർമ്മത്തിനെ ഭഗവാൻ ഇടപെടുന്നില്ല. കർമ്മത്തിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ഗീത പഠിക്കണം. ഗീത പഠിച്ചിട്ട് കർമ്മം മനസ്സിലായിട്ടില്ലെങ്കിൽ ഗീത പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ശ്ലോകം കാണാപ്പാടം പഠിക്കുന്നതോ വാട്സപ്പിൽ ക്ലാസ്സിലിരിക്കണതോ ഫേസ്ബുക്കിൽ യൂട്യൂബ് വീഡിയോ കാണുന്നതോ അല്ല. ഗീത ജീവിതത്തിൽ പകർത്തുമ്പോൾ കർമ്മത്തിൻ്റെ രഹസ്യം പഠിച്ചിരിക്കും. ചെയ്തത് നമുക്ക് ലിസ്റ്റ് ഉണ്ടല്ലോ. തരൂ കൃഷ്ണ. 2 തരത്തിൽ വ്യാഖ്യാനിക്കും ആചാര്യന്മാർ. ചില ആൾക്കാർ പറയും ദുഃഖം തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചു കുന്തി എന്നാണ്. ഭഗവാനും ഞെട്ടി, യുഗന്തപ്പം എങ്ങനെ ചോദിക്കണേ? സാധാരണ രീതിയിൽ ആൾക്കാർ ഇതൊന്നും ചോദിച്ച് എനിക്ക് പരിചയമില്ല. ദുഃഖം തരണേ ഭഗവാനെ. ചിദാനന്ദപുരി സ്വാമിയൊക്കെ പറയും അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. ദുഃഖം ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല. കുന്തി പ്രാർത്ഥിച്ചത് ദുഃഖം തരണേ എന്നല്ല, ആപത്തുകളെ തരണേ ഭഗവാനെ എന്നാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. എപ്പോഴും സങ്കടം ആർക്കും വലിയ ആഗ്രഹമൊന്നുമില്ല, പക്ഷെ ആപത്തുകൾ ഉണ്ടായാൽ നല്ലതാണ്. ഭഗവാൻ ചോദിച്ചു എന്തിനാ അമ്മ ഇങ്ങനെ ചോദിക്കണേ? കണ്ണ് നിറഞ്ഞുകൊണ്ട് മുമ്പിലിരിക്കുന്നത് സ്വന്തം സഹോദരന്റെ മകനാണെന്നുള്ള വ്യാഖ്യാനത്തിലൊന്നല്ല കുന്തി ഇരിക്കുന്നത്. നവദ്വാരങ്ങളുള്ള ഈ ശരീരത്തിൽ ഇരിക്കുന്ന ഭഗവാനെ എന്ന് വിളിച്ചു തന്നെയാണ് അഡ്രസ് ചെയ്യുന്നത് കുന്തി. ഒരു കാര്യം മാത്രം ഉറപ്പാണ്, ഞാൻ നേരത്തെ പറഞ്ഞു മനുഷ്യജീവിതം ഒരു വേദനയാണെന്ന് ഊന്നാനം പറഞ്ഞു. പക്ഷെ ആ വേദനയെ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ഉത്സവമാക്കിയിട്ട് അദ്ദേഹം മാറ്റി. വേദനയെ എങ്ങനെ ഉത്സവമാക്കാം, ഭക്തിയുടെ ഉത്സവമാക്കാം എന്ന് നമുക്ക് പഠിപ്പിച്ചു തരണത്, മലയാളിക്ക് പഠിപ്പിച്ചു തരണത് ഊന്നാനാണ്. നമ്മൾ നാരായണ കൃഷ്ണ വാസുദേവ എന്നൊക്കെ പറഞ്ഞ് സാധാരണ ഭഗവൻ നാമങ്ങൾ ഉച്ചരിച്ച് കരഞ്ഞ് ഭഗവാനെ വിളിച്ചാൽ മതി. കലിയുഗത്തില് ശ്രേഷ്ഠമായ മന്ത്രങ്ങൾ ഇങ്ങനെ ജപിക്കുക. അത് ഇവിടെ ഇപ്പൊ ആരെങ്കിലും കേൾക്കാവോ? ഈ ഉച്ചപൂജയ്ക്ക് തൊഴാൻ പോണ ഇവിടെ ഗുരുവായൂർ ചുറ്റുവട്ടത്തുള്ള കുറച്ച് സ്ത്രീകളുണ്ട്, ഞാൻ സ്ഥിരം കാണാറുണ്ട്. നിങ്ങൾ ആരെങ്കിലും ആ കൂട്ടത്തിലുള്ളവരുണ്ടെങ്കിൽ ഞാൻ കളിയാക്കാന്ന് കരുതരുത്. അവരുടെ നാമജപത്തിന് നല്ല പ്രത്യേകതകളാ, രസകരാ കേൾക്കാൻ. അവരോടിങ്ങനെ നിൽക്കുമ്പോ ഇടതാഴിയിൽ ഇങ്ങനെ അങ്ങോട്ട് കയറുമ്പോ ഭഗവാനെ കാണാൻ കയറുന്ന വഴിക്ക് നാരായണ 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 ഇന്നലെ വരെ കണ്ടില്ല നാരായണ 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 ഞാൻ നല്ലൊരു കല്യാണത്തിന് പോയി നാരായണ 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 മഞ്ചേരി നാരായണയുടെ കല്യാണം ശരി നാരായണ നാരായണ നാരായണ. പാലാഴി കടയുന്നു. പാലാഴി കടയുന്ന സമയത്ത് ആ വാസുകി എന്ന് പറയുന്ന നാഗത്തിന്റെ വായിൽ നിന്ന് എന്തു വരുന്നു? കാളകൂട വിഷം എന്ന് പറയുന്ന നമ്മുടെയൊക്കെ കർമ്മഫലങ്ങളാകുന്ന വിഷം. ആ കാളകൂട വിഷം വരുന്ന സമയത്ത് ലോകത്തെ മുഴുവൻ സംഹരിക്കാൻ കാരണമാകുന്ന ആ കാളകൂട വിഷം കണ്ട് ദേവന്മാരും അസുരന്മാരും എല്ലാം തന്നെ ഭയചകിതന്മാരായി അവിടെ നിന്ന് ഓടിപ്പോകുന്ന സമയത്ത് ഒരാള് മാത്രം, ഒരൊറ്റ മനുഷ്യൻ മാത്രം. നമ്മളൊക്കെ എന്താ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അയ്യോ എന്നാലും എന്താ ഇങ്ങനെ ഉണ്ടായത്, എന്തുകൊണ്ട് എനിക്ക് മാത്രം സംഭവിച്ചു, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് മനസ്സിനെ നമ്മൾ ചെലുത്തില്ല. അതുകൊണ്ട് മനസ്സിനെ അടക്കി എത്ര വലിയ ആപത്ത് നോക്കൂ. നമ്മൾ കൃഷ്ണനെ കാണാൻ പോകുമ്പോൾ കൃഷ്ണന്റെ കയ്യിൽ 4 കൈകളുള്ള വിഗ്രഹങ്ങളാണ്. മിക്കവാറും അമ്പലങ്ങളിൽ ചതുർഭുജധാരിയായിട്ടുള്ള വിഷ്ണുവിൻ്റെ രൂപമാണ്. നിങ്ങളിപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയി കഴിഞ്ഞ് ഗുരുവായൂർ ഉണ്ണിക്കണ്ണ, ആടുണ്ണി, പാടുണ്ണി, ചാടുണ്ണി, ഉണ്ണിയുടെ കയ്യിൽ വെണ്ണയാണെന്നൊക്കെ പറയുമ്പോഴും സത്യത്തിൽ ഉണ്ണിയുടെ കയ്യിൽ വെണ്ണയല്ല. ഉണ്ണിയുടെ കയ്യിൽ ചതുർഭുജധാരിയായിട്ടുള്ള വിഷ്ണുവിൻ്റെ വിഗ്രഹമാണ് അവിടെ ഇരിക്കുന്നത്. ആ ചതുർഭുജധാരി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ശംഖചക്ര ഗദാപത്മമാണ്, മഹാവിഷ്ണുവിൻ്റെ രൂപമാണ്. അല്ലാതെ വെണ്ണ പിടിച്ച കൃഷ്ണനൊന്നല്ല ഗുരുവായൂരിലിരിക്കുന്നത്. പക്ഷെ അത് അവിടുത്തെ തിരുമേനി അവിടെ ദിവസവും ഒരു ചന്ദനച്ചാർ ചെയ്യുമ്പോൾ അങ്ങനെ കണ്ണൻ്റെ കയ്യിൽ വെണ്ണയായിട്ടും ഓരോ രൂപങ്ങൾ അവരുടെ മനസ്സിൽ തോന്നുന്ന അനുസരിച്ച് അവരങ്ങനെ ചന്ദനം കൊണ്ട് രൂപപ്പെടുത്തുകയാണ്. പൊരുൾ ഏതെന്നു കാൺമതിനു പോരാ മനോബലവും ഏതെങ്കിലും കിമപി കാരുണ്യമിന്നു തവ സാധിക്ക വേണ്ടു ഹരി നാരായണായ നമഃ. ആരുടെ ആഗ്രഹപ്രകാരമാണോ ഭഗവാൻ ഭൂഭാരം തീർക്കാനായിട്ട് ഭൂമിയിൽ അവതരിച്ചത്, ആ ഭൂമി തന്നെ ആ ഭഗവാനെ വളർത്തി എന്ന് വേണ്ടേ നമ്മൾ അനുമാനിക്കാൻ? അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത്? അപ്പൊ ധര എന്ന വാക്കുകൊണ്ട് അവിടെ ഭൂമി, ദക്ഷപുത്രിയായിട്ടുള്ള ധര ഭൂമിയുടെ അംശം. ആ ദേവിയുടെ പുനർജന്മം യശോദ എന്ന് പറയുമ്പോ ഭഗവാന്റെ അമ്മയാവായിട്ടും ഇരിക്കാനുള്ള ഭാഗ്യം. ഭഗവാനെ
ഗുരുവായൂരപ്പ, ഒരുപാട് പരീക്ഷണങ്ങളായി, ഒരുപാട് സങ്കടങ്ങളും തന്നു. ഈ സങ്കടങ്ങളൊക്കെ എന്റെ മനസ്സിനെ അവിടുത്തെ ദർശനത്തിന് വേണ്ടി പാകപ്പെടുത്താനാന്ന വില്ലുമംഗല സ്വാമിയാര് പറയണത്. വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതും ഒരു നാരായണ കവചം തന്നെയാണ്. എന്താ ഈ കവചം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ നാമം ചൊല്ലുമ്പോൾ ഈ ശബ്ദ തരംഗങ്ങൾ അത് റൊട്ടേഷൻ ചെയ്യും, അത് റൗണ്ട്, അത് സർക്കിൾ ചെയ്യും, അത് നമുക്ക് ചുറ്റും സർക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് നമ്മളെ ചുറ്റും ഉണ്ടാക്കുന്ന ഒരു എനർജി ഫീൽഡ് ഉണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും നമ്മളെ ദുഃഖിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ വരുന്ന നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് വരുത്താൻ അതൊരിക്കലും അനുവദിക്കില്ല. അതെന്താ ഏതാന്നറിയില്ല, നമ്മളെ അത് അലട്ടില്ല അങ്ങോട്ട്. കരച്ചിൽ വന്നിട്ട് നമ്മൾ അങ്ങോട്ട് വിവശരാവണമില്ല. ഈ പ്രേമസ്വരൂപനായിട്ട് നിൽക്കണ ഈ ഗുരുവായൂരപ്പൻ തന്നെയാണ് എന്റെ ആത്മാവ്. ഈ ഞാനും ആ ഭഗവാനായിട്ട് നിൽക്കുന്ന രൂപവും തമ്മിൽ വ്യത്യാസമില്ല എന്നറിയണ നിമിഷം പുറം ലോകവുമായിട്ടുള്ള ബന്ധത്തെ മനസ്സ് കുറച്ചു നേരത്തേക്കെങ്കിലും ഉപേക്ഷിക്കും. ആ സമയത്ത് നമ്മുടെ ഹൃദയം അങ്ങോട്ട് ഉരുകാൻ തുടങ്ങും. അപ്പോ ഞാൻ എന്റെ സർവസ്വമായിട്ടുള്ള ഭഗവാനെ, എന്റെ ഗുരുവായൂരപ്പനെ ഇത്രകാലം സേവിച്ചില്ലല്ലോ, എന്റെ സമയം ഞാൻ വൃഥാവിലാക്കി കളഞ്ഞല്ലോ എന്ന് ആത്മാവിന് തോന്നുമത്രേ. അതുകൊണ്ടാണ് അത്ര കരച്ചിൽ വരുന്നത്. ആദ്യം ഉണ്ടാവുന്നത് ഭഗവാനോടുള്ള സ്നേഹമാണ്. ഞാൻ ഭക്തി എന്നുള്ള വാക്കതി ഉപയോഗിക്കാറില്ല. ഭഗവാനോടുള്ള സ്നേഹം, നമ്മളെങ്ങനെ അന്യോന്യം സ്നേഹിക്കണം അതുപോലെ ഭഗവാനെ സ്നേഹിക്കാൻ പഠിച്ചാൽ ഭഗവാനോട് തെറ്റ് ചെയ്യാൻ നമുക്ക് തോന്നില്ല. ഭഗവാനെ സ്നേഹിക്കാൻ പഠിക്കുമ്പോൾ താനെ വരണ ഒരു കാര്യം എന്താ വെച്ചാൽ അവനവനെ ചതിക്കാൻ തോന്നില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ചതി അവനവനെ ചതിക്കല. ഭാഗവതം പഠിപ്പിച്ചു തരുന്ന ഒരു പ്രധാന പാഠമാണ് ആത്മവഞ്ചന എന്ന് പറയുന്നത്. ആണ് യഥാർത്ഥത്തിലുള്ള ഏറ്റവും വലിയ വഞ്ചന. നോക്കൂ, ഇന്നത്തെ കാലത്ത് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ, നമ്മളിപ്പോൾ ഈശ്വരനെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. നമ്മൾ കരുതുന്നത് ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മുടെ കാര്യം നടത്തിത്തരാനുള്ള ഒരാളായിട്ടാണ്. നമ്മുടെ സെർവൻറ്റ് എന്നുള്ള രീതിയിൽ കാണുന്ന രീതിയിലേക്ക് പല ആരാധനാ രീതികളും മാറുന്നുണ്ട്. നമുക്ക് അപ്രോച്ച് ചെയ്യാൻ സാധിക്കുന്ന ഒരു റിലീഫാണ് ഈശ്വരൻ എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു നിമിഷത്തേക്കെങ്കിലും ഒരു നിമിഷത്തിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വേദനകളൊക്കെ ഒന്ന് ഇറക്കി വെക്കാവുന്ന, നിങ്ങളുടെ വിഷമങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാവുന്ന, ഈ പറയുന്ന ഡിപ്രഷൻ എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് പോവാതെ നിങ്ങളെ ഒരു മിനിറ്റെങ്കിലും പിടിച്ചു നിർത്തുന്ന, നിങ്ങൾ എടുത്തു വെച്ചിട്ടുള്ള കയറോ മണ്ണെണ്ണയൊക്കെ ഒരു മിനിറ്റെങ്കിലും ഒന്ന് മാറ്റി വെക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു എനർജിയാണ് ഈശ്വരൻ എന്നാണ് ഞാൻ കരുതുന്നത്. ഭഗവാൻ ഗുരുവായൂരപ്പനാണെങ്കിൽ അങ്ങനെ തന്നെ. അപ്പം ആ ഒരു ഈശ്വരനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്തുള്ള നിങ്ങളുടെ മെന്റാലിറ്റി, അതിന് വലിയ പ്രാധാന്യമുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം, അത് ഒരിക്കലും ആവശ്യങ്ങൾ മാത്രം ആവാതിരിക്കുകയും ഇടയ്ക്ക് ശരത്തേനൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഭഗവാനോട് സംസാരിക്കുക, ഇവൻ എന്താണ്, സുഖാണോ എന്നൊക്കെ. നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ വേണം ഈശ്വരനായിട്ട്. പുറത്തുള്ള ആൾക്കാർ നമുക്ക് കിളിപ്പോയിതൊക്കെ പറയും, എന്നാലും നമ്മൾ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ആരാധന പൂർത്തിയാവൂന്നാണ് ഞാൻ കരുതുന്നത്. നമ്മൾ ചില ആൾക്കാർക്ക് പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് അപ്പം തന്നെ അറിയും ഇത് പെട്ടെന്ന് നടക്കും, ചിലത് പെട്ടെന്ന് നടക്കില്ല എന്ന്. അതിന് കാരണം എങ്ങനെയാ വെച്ചാൽ ആ വ്യക്തിയുടെ കർമ്മഫലം അനുസരിച്ചിട്ടാണ് ആ പരിഹാരം വർക്കാവുന്നത്. ചിലവർ പരിഹാരം നമ്മളോട് ചോദിക്കും, അപ്പോൾ നമ്മൾ പറയും ഇന്നത് ചെയ്യൂ, പറഞ്ഞാൽ ഞങ്ങളത് ഓൾറെഡി ചെയ്തതാണെന്ന് പറയും. ആ പറയണ നിമിഷത്തിൽ ഈ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഫലം അവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. കാരണം അവർ ഈ ആളോട് ചോദിച്ചിട്ടല്ല അത് ചെയ്തിട്ടുള്ളത്. ഈ ആളുടെ അകത്ത് എന്താണ് ഭഗവാന്റെ ചൈതന്യം ഇരിക്കണമെന്ന് അവർക്ക് ഒരു ധാരണയുമില്ല. ആ ആള് പറയുമ്പോൾ അത് ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ. അങ്ങനെ പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ മാത്രമേ ആ പരിഹാരം വർക്കാവുണ്ടാവുള്ളൂ. അവിടെ നദി പറയണ്ടോ ദുഷ്ടൻ്റെ അടുത്ത്, ദുഷ്ടാ നിർത്ത്, നീ ദുഷ്ടനാണ്, നീ എൻ്റെ നിന്ന് വെള്ളം കുടിക്കാൻ പാടില്ല, ഞാൻ നല്ലവന് മാത്രമേ വെള്ളം കൊടുക്കുള്ളൂ. നദി പറയോ? പറയില്ല. ദുഷ്ടനും കുടിക്കും, നല്ലവനും കുടിക്കും. ഈശ്വരൻ അതുപോലെയാണ്. ഈശ്വരൻ എല്ലാം തൻ്റെ സന്തതികൾ അഥവാ താൻ തന്നെയാണ് സകല സ്വരൂപങ്ങളിലും. കർമ്മം കൊണ്ടാണ് ദുഷ്ടതയും ശിഷ്ടതയും ഒക്കെ വരുന്നത്. കർമ്മത്തിലെ ഭഗവാൻ ഇടപെടുന്നില്ല. കർമ്മത്തിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ഗീത പഠിക്കണം. ഗീത പഠിച്ചിട്ട് കർമ്മം മനസ്സിലായിട്ടില്ലെങ്കിൽ ഗീത പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ചേരമാൻ പെരുമാളുടെയും ഗുരുനാഥൻ്റെയും കഥ ഞാൻ പറയാറുണ്ട്. ഇന്നും നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ അടുത്തുള്ള തിരുനായത്തോട് ക്ഷേത്രം ഉണ്ടാക്കി ഞാൻ പല പ്രഭാഷണങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഗുരുനാഥൻ ശാപം കൊണ്ട് നായയാകും എന്ന് വന്നപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു, ഞാൻ നായയായാൽ മനുഷ്യൻ്റെ മലം ഭക്ഷിക്കും,
പിന്നെ എനിക്ക് ഈ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഞാൻ അനുഗ്രഹിക്കുകയാണ്, നീ എന്തെങ്കിലും ഞാൻ അങ്ങനെ ചെയ്യണ്ടെങ്കിൽ അത് നീ കാണും, അപ്പം എൻ്റെ തലവെട്ടിക്കൊള്ളെന്ന് പറഞ്ഞു. ശരവാൻ പെരുമാൾ പല്ലക്കിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇന്നത്തെ ഈ എയർപോർട്ടിൻ്റെ ഒക്കെ പ്രദേശങ്ങളായിരിക്കും, അദ്ദേഹം പല്ലക്കിൽ എന്തോ അദ്ദേഹത്തിന് തിരശീല നീക്കി നോക്കാൻ തോന്നിയപ്പോൾ ഒരു നായ മനുഷ്യമലം കഴിക്കാൻ പോണു. ചാടി ഇറങ്ങി വാളോണ്ട് തല വേർപെടുത്തി ആ നായയുടെ. അതിൻ്റെ വായയിലേക്ക് എത്തിയിരുന്നുള്ളൂ, ഉദരത്തിലേക്ക്. എന്തിനിത് കേൾക്കണം, എങ്ങനെ കേൾക്കണം, ഇത് നമ്മൾ നന്നായിട്ട് ഉൾക്കൊള്ളണം. ഇല്ലെങ്കിൽ നമുക്ക് ഈ അഭ്യാസം ചെയ്തിട്ട് പ്രയോജനമില്ല. ഇതൊരു അഭ്യാസമാണ്, ഒരു എക്സസൈസാണ്, ഒരു ലേണിംഗ് ആണ്, ഒരു സ്റ്റഡിയാണ്. സരസ്വതീ രൂപത്തിലിരിക്കുന്ന അമ്മയുടെ അക്ഷരാവതാരമാണ് വാസ്തവത്തിൽ ദേവി ഭാഗവതം. അതിലുള്ള ഓരോ കഥകളും നമുക്ക് മനസ്സിലാക്കി തരും പുരുഷനും പ്രകൃതിയും എത്രമാത്രം പാരസ്പര്യത്തോടു കൂടിയിട്ട് ബന്ധപ്പെട്ട് കിടക്കണം. ഒന്നിനെ